KGF എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം യാഷ് നായകനായി എത്തുന്ന ഏറ്റവും പുതിയ ചിത്രം ടോക്സിക്. സംവിധാനം ചെയ്തിരിക്കുന്നത് മലയാളിയായ ഗീതു മോഹൻദാസ്. ഗീതു മോഹൻദാസിന്റെ രണ്ടാമത്തെ പാൻ ഇന്ത്യൻ ചിത്രമാണ് ടോക്സിക്. ആദ്യ ചിത്രം നിവിൻ പോളി നായകനായി എത്തിയ മൂത്തോൻ എന്ന ചിത്രമായിരുന്നു. ഇതിന് നിരവധി അവാർഡുകളും കയ്യടികളും നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ യാഷ് നായകനായെത്തിയ ടോക്സിക്കിന്റെ ആദ്യ ടീസർ അദ്ദേഹത്തിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. വലിയ തോതിലുള്ള വിമർശനങ്ങളും വിവാദങ്ങളുമാണ് ഈ ട്രെയിലർ പിടിച്ചു വാങ്ങിയത് എന്ന് തന്നെ നമ്മൾക്ക് പറയേണ്ടിയിരിക്കുന്നു. എന്താണെന്നല്ലേ? ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന ടോക്സിക് എന്ന ചിത്രത്തിന്റെ ട്രെയിലർ വന്നതോടെ നിരവധി വിമർശനങ്ങളും സോഷ്യൽ മീഡിയയിൽ രംഗത്ത് വന്നിരുന്നു. അഭിനേതാക്കളും സംവിധായകരും ഉൾപ്പെടെ നിരവധി പേരായിരുന്നു ഗീതു മോഹൻദാസിനെതിരെ രംഗത്തെത്തിയിരുന്നത്. ഇപ്പോൾ ഇതാ വിമർശനങ്ങൾക്കുമപ്പുറം സിനിമയുടെ ട്രെയിലർ സംബന്ധിച്ച് സെൻസർ ബോർഡിനോട് വിശദീകരണം തേടിയിരിക്കുകയാണ് കർണാടക വനിതാ കമ്മീഷൻ. ആം ആദ്മി പാർട്ടി വനിതാ വിഭാഗമാണ് വനിതാ കമ്മീഷന് മുൻപിൽ പരാതി നൽകിയിരിക്കുന്നത്. യാഷിന്റെ ജന്മദിനത്തിൽ പുറത്തുവന്ന ടീസറിൽ അശ്ലീല ഉള്ളടക്കം ഉണ്ടെന്ന് ആരോപിച്ചാണ് ഇപ്പോൾ പരാതി നൽകിയത്. ഈ ടീസർ ഉടൻ തന്നെ പൊതു പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്നും അടിയന്തരമായി പരാതിയിൽ നടപടി സ്വീകരിക്കണമെന്നും ആം ആദ്മി വനിതാ വിഭാഗം ആവശ്യപ്പെട്ടു. സമാന പരാതിയുമായി സാമൂഹിക പ്രവർത്തകൻ ദിനേശൻ കല്ലഹള്ളിയും സെൻസർ ബോർഡിനെ സമീപിച്ചിട്ടുണ്ട്. 1952 സിനിമാറ്റോഗ്രാഫ് ആക്ട്, സെൻസർ ബോർഡ് ചട്ടങ്ങൾ, ഭാരതീയ ന്യായ സംഹിത എന്നിവ ഉദ്ധരിച്ചാണ് പരാതി നൽകിയിരിക്കുന്നത്. ടീസറിൽ നായകനെ കാണിക്കുന്ന ഭാഗങ്ങളിൽ സ്ത്രീകളെ ഭോഗവസ്തുവായി കാണിക്കുന്നു എന്ന് സംബന്ധിച്ച് നിരവധി വിമർശനങ്ങൾ മുൻപും വന്നിരുന്നു. സംവിധായക ഗീതു മോഹൻദാസ് സ്ത്രീ സംരക്ഷണത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന WCC എന്ന സംഘടനയുടെ പ്രധാന പ്രവർത്തക കൂടിയായിരുന്നു. ഇത് വിമർശനങ്ങൾ കൂടാൻ കാരണമാകുകയും ചെയ്തു. കൂടാതെ സംവിധായക ഗീതു മോഹൻദാസ് മുൻപ് കസബ എന്ന മമ്മൂട്ടി ചിത്രത്തിലെ ചില രംഗങ്ങളിൽ അശ്ലീല ഡയലോഗ് ഉണ്ടെന്ന് കാണിച്ച് രംഗത്ത് വന്നിരുന്നു. ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ആരാധകരും സിനിമാ പ്രവർത്തകരും രംഗത്തെത്തിയിരിക്കുന്നത്. 2026 ജനുവരി 8 റിലീസ് ചെയ്ത ടീസറിന് സോഷ്യൽ മീഡിയയിൽ വലിയ സ്വീകാര്യത ലഭിച്ചെങ്കിലും ഒരു വലിയ വിഭാഗം പ്രേക്ഷകർ ഇതിനെതിരെ രംഗത്തെത്തിയിരുന്നു. ചുറ്റുപാടുകളിൽ സ്ഫോടക വസ്തുക്കൾ കൊണ്ട് നാശം വിതയ്ക്കുന്നതിന് തൊട്ടു മുൻപ് ബ്രസീലിയൻ താരം ബിയാട്രിസിന്റെ കഥാപാത്രവുമായി യാഷിന്റെ കഥാപാത്രം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതാണ് ടീസറിലെ പ്രധാന ഭാഗം. ഇതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വിമർശകർ രംഗത്തെത്തിയിരിക്കുന്നത്. എന്നാൽ സെൻസർ ബോർഡിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സെൻസർ ബോർഡിന് ടീസറിന്റെ കാര്യത്തിൽ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല എന്നാണ് ഇപ്പോൾ മറുപടി വന്നിരിക്കുന്നത്. ടോക്സിക് സിനിമയുമായി ബന്ധപ്പെട്ട ഒരു ഉള്ളടക്കവും ഇതുവരെ സർട്ടിഫിക്കേഷന്റെ ആവശ്യത്തിനായി സമർപ്പിക്കപ്പെട്ടിട്ടില്ല. യൂട്യൂബ് പോലുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ നേരിട്ട് റിലീസ് ചെയ്യുന്ന പ്രൊമോഷണൽ വീഡിയോകൾ സെൻസർ ബോർഡിന്റെ പരിധിയിൽ വരില്ല എന്നുമാണ് ബോർഡിന്റെ നിലപാട്. ടോക്സിക്കിന്റെ ടീസർ വന്ന് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ മുൻപ് സംവിധായക ഗീതു മോഹൻദാസ് വിമർശിച്ച കസബ എന്ന മമ്മൂട്ടി ചിത്രത്തിന്റെ സംവിധായകൻ നിതിൻ രഞ്ജിത്ത് പണിക്കർ രംഗത്തെത്തിയിരുന്നു. സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹം ഗീതു മോഹൻദാസിന്റെ ഇരട്ടത്താപ്പിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിമർശനങ്ങൾ ഉയർത്തി. തൊട്ടു പിന്നാലെ തന്നെ കസബയുടെ നിർമ്മാതാവ് കസബ 2 ഉടൻ തന്നെ പ്രഖ്യാപിക്കുമെന്ന് സോഷ്യൽ മീഡിയയിലൂടെ അറിയിക്കുകയും ചെയ്തു. രാജൻ സക്കറിയ രണ്ടാമത് ഒരു വരവ് കൂടി വരുന്നുണ്ട് എന്നായിരുന്നു കസബ 2വിനെ പ്രൊമോട്ട് ചെയ്ത് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. തുടർന്ന് ഗീതു മോഹൻദാസിനെതിരായി നിരവധി താരങ്ങളാണ് രംഗത്തെത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഇതാ പ്രണവ് മോഹൻലാൽ കേന്ദ്ര കഥാപാത്രമായി 2025 അവസാനത്തോടു കൂടി പുറത്തിറങ്ങിയ ഡിയാസിറെ എന്ന ചിത്രത്തിലെ നായിക അതുല്യ വലിയൊരു വിമർശനം തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഗീതു മോഹൻദാസിനെതിരെ പങ്കുവച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ഗീതു മോഹൻദാസിന്റെ ഇരട്ടത്താപ്പ് നയത്തോട് യോജിക്കാത്ത പലരും വിമർശനങ്ങളുമായി രംഗത്തെത്തിയിട്ടുണ്ട്. എന്തായാലും യാഷിന്റെ ഏറ്റവും പുതിയ ചിത്രമായ ടോക്സിക്കിന്റെ ഗതി കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു.